ഇതാര്? ഞാൻ അങ്ങോട്ട് ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ടപ്പെട്ട ആളായിട്ടും കല്യാണത്തിന് വിളിക്കാൻ മറന്നു അല്ലേ യമുനെ? പൊന്നും പണമൊക്കെ കുറെ കൊണ്ടുവന്നിട്ടുണ്ടോ? വീടെവിടെയാ? കുറച്ചു ദൂരെ. എന്നാലും നാട്ടിന്റെ പേരുണ്ടാവില്ലേ? പേരില്ലാത്ത നാടുമുണ്ട്. ചേച്ചി വാ, നമുക്ക് അപ്പുറത്തേക്ക് കുളിക്കാം. അല്ല, ഇതാരാ പുതിയൊരാള്? കനകരാജൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണോ? ആര്? നമ്മുടെ കനകനോ? നമ്മുടെയോ? ഹാ, നമുക്കൊക്കെ ഇനി കാണാൻ കിട്ടുവോ? നല്ല കളറല്ലേ? നീ ഇതുപോലെ വെളുത്തിരുന്നെങ്കി നീ പാറപ്പുറത്തിരുന്ന പാറ ഏതാ നീ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അത്രയ്ക്ക് സുന്ദരിയല്ലേ നീ? ഓ, എനിക്ക് ഈ നിറമൊക്കെ മതിയേ. ഇത് ഇഷ്ടപ്പെടാനും ആളുണ്ട്. പറഞ്ഞ പോലെ കനകന് നീ കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് മുൻകൂടി കണ്ടതാ. അസത്ത് കൂടി തൊട്ട് വരുമ്പോ പോകും. ഒരു ചക്കത്തൂൺ എവിടുന്ന് കിട്ടിയത്? വെള്ളത്തിന്ന്. ആ മീന് കിട്ടാടാ. ഇത് എത്ര നേരം ചൂണ്ടിട്ടിട്ട് കിട്ടിയതാണെന്നറിയോ? നിന്റെ ആശാരൊന്നും വേണ്ട. ഇത് വെച്ചോ. എന്നാ പോട്ടെ, 2 ബീഡിയും തരാം. എന്നാ വെച്ചോ. വേണ്ട വേണ്ട, 100 റുപ്യ എന്നാലും ഞാനിത് തരില്ല. ഇത് വേറെ ആൾക്ക് കൊടുക്കാനാ. ആർക്കാടാ? അത് പറയില്ല. കുഞ്ഞപ്പാ നിക്ക്, 1 രൂപ കൂടി തരാം ഞാൻ. ചന്ത പോയി മേടിച്ചോടോ. വലിയ കളി വേണ്ട കേട്ടാ. വേണമെങ്കിൽ ഞണ്ടിനെ പിടിച്ചിരുന്ന പിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. പേടിപ്പിച്ച് പുതിയ പെണ്ണിനെ കുഞ്ഞപ്പ പേടിപ്പിച്ചു. മീനിനെ കണ്ട് ആരെങ്കിലും പേടിക്കോ? ഇങ്ങോട്ട് വരുമ്പോ എത്ര ആള് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരൂല. ഇതേ ഞാൻ നിങ്ങൾക്കായി പിടിച്ചതാ. പുതിയ പെണ്ണിന് എന്റെ വക. ചിരിക്കല് കാണാൻ എന്ത് രസാ. വെള്ളുവെള്ളം നല്ല ആമ്പല് മാതിരി ഉണ്ട്. മുടിയിൽ ചൂടാൻ ആമ്പല് വേണം. താന്നിക്കുന്നിന്റെ ചോട്ടിലെ പൊട്ടക്കുളത്തിൽ നിറയെ ആമ്പല. കുഞ്ഞപ്പ പുറത്തുണ്ട് വരാം. എന്താടാ? മീനെ പുഴയെന്ന് പിടിച്ചതാ. ഇങ്ങതാ. ഇതിന് എത്ര കാശ് വേണം? അയ്യേ, കാശോ? ഞാൻ വാങ്ങൂല. ഞാനേ ഇവർക്കയച്ചു കൊണ്ടുവന്നതാ. നിന്റെ സൗജന്യൊന്നും വേണ്ട. ഞാൻ പോവാ. എനിക്ക് കാശൊന്നും വേണ്ട. ഇനിയും കൊണ്ടുവരാട്ടോ. അവനെവിടെ പോയി? കാശ് കൊടുത്തില്ലല്ലോ. വേണ്ടാത്രേ. ഒരു പാവല്ലേ? പാവം. ഇങ്ങനെ കണ്ടോട്ടെ. ഭയങ്കര സാധനാ. കുളിക്കുമ്പോ ഒളിച്ചിരുന്ന് നോക്കും. യമന കുട്ടിയെ ഇല്ലാത്തത് പറയരുത്. ചെത്തുകാരൻ വാസുവിന്റെ കയ്യിൽ നിന്ന് പിന്നെ തല്ലിയിട്ടത് എന്തിനായിരുന്നു? ഓഹോ, അപ്പൊ അങ്ങനെയാണോ? ഇവിടെ വാ. ഇത് വാങ്ങിയിട്ട് വേഗം സ്ഥലം വിട്ടോ. സൈലൻസ്, സൈലൻസ്. ആരാത്? വീരമണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു വെച്ചിട്ട് വന്നതാ. എന്തിനാ? അതെനിക്കറിയോ. അവന്റെ അച്ഛൻ പറഞ്ഞു വെച്ചതാ. ഇപ്പൊ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. അത്യാവശ്യ. വീരമണി, സ്റ്റാൻഡപ്പ്. നീ ഉത്സവത്തിന് പോകുന്നില്ലേ? ഉത്സവത്തിന് ഞാൻ എത്ര കണ്ടതാ. കേട്ടില്ലേ? നീ അവരോടെ പോ. പിന്നെ കാളയാര് കളിക്കും? ഇന്ന് നീ ആട്ടുന്നില്ല, തീർന്നില്ലേ? യമുനെ വാ, വാ. അയ്യേ, ഈ വേഷത്തിലോ? ഇതൊക്കെ മാറ്റി വൃത്തിയുള്ള പോലെ എടുത്തിട്ടാ. ഷർട്ടും മുണ്ടും ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവിടെ നിൽക്ക. വെച്ചോ, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളൂ. ചാന്തോ കൺമഷിയോ വളയോ കേട്ടോ.
കൊടുക്കുന്ന അപ്രകാരം പെണ്ണിനെ തന്നിരിക്കുന്നതാണ് ഗ്യാരണ്ടി വെറും 5 മാസം മാത്രമാണ്. ഞാൻ പലതവണ കേട്ട് കളിച്ചാണ് എനിക്ക് പാലവാസി പുള്ളി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ അതാ പറഞ്ഞ് പുള്ളി നോക്കി വെച്ചാൽ നിങ്ങൾക്ക് താങ്കൾ പോയി ചെയ്യുന്ന എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ നോക്കിക്കാൻ നിങ്ങളുടെ കാശ് പിന്നെ പറഞ്ഞു കാര്യം വെക്കാം. വീണ്ടും കമ്മ്യൂണിക്കേറ്റ് കാശല്ലേ കുറച്ച് കൊടുക്കും നിങ്ങളെ. പോരെ പോരടാ. മതിയോന്ന്. അതാ അവര് വരുന്നുണ്ട്. അവര് വരുന്നു. എന്താ ഇത്ര നേരത്തെ? തീരും മുമ്പേ മടങ്ങിയോ? എങ്ങനെയുണ്ട് മോളെ ഉത്സവം? ആ ചെക്കനോടെ? അവൻ ആ ഉത്സവപ്പറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കണ്ടാവും. അവിടം കാലിയായാലേ അവൻ ഇനി വരൂ. എന്താ വെറും കൈയിട്ടാണോ വന്നത്? ഒന്നും വാങ്ങിയില്ലേ? എന്താടാ ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ കാശൊക്കെ ചീട്ട് കളിച്ച് കളഞ്ഞു കാണും. അത് പിന്നെ പലഹാരങ്ങൾ ഒരുപാട് വാങ്ങി തിന്നു. വയറ്റിലൊരു ഇഞ്ച് സ്ഥലമില്ലേ അല്ലേ? അപ്പൊ ചോറൊന്നും വേണ്ട ഇന്ന്. ഒക്കെ ബാക്കിയാവൂല്ലോ. സത്യം പറ. ഒന്നിങ്ങോട്ട് വരുമോ? ഉറങ്ങിയോ? നീ വിളകണക്ക്. അപ്പൊ ഉറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു. നിക്ക്. ഇതെന്തിനാ ഇപ്പൊ പുകയിടുന്നേ? കൊതുകുണ്ടായിട്ടാ? കളിയാക്ക. യമുനയ്ക്ക് കുറച്ച് കരിവള വേണമെന്നുണ്ടായിരുന്നു. ഒരു കല്ലുമാല വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയുകയും ചെയ്തു. അതിന് കാശ് എവിടെയാ? വലിയ മോഹങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ചെറിയ, തീരെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണ്ടിരിക്കോ? ഒരു പെണ്ണല്ലേ? എങ്ങട്ടാ? എങ്ങോട്ടുമില്ല. സൂര്യൻ തരില്ലെന്ന് വെച്ചാ ഞാനൊരു സ്വൈരക്കേടായോ? ഉത്സവപ്പറമ്പില് ഞങ്ങളെ നിർത്തി ചീട്ട് കളിക്കാൻ പോയത് ശരിയായും തോന്നുന്നുണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇതെന്തെടുക്കുക? കണ്ണു കണ്ടൂടെ നിനക്ക്? ആ, കണ്ണും കാണാൻ ചെവിയും കേൾക്കാം. അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഞാൻ നാരായണൻകുട്ടിയേട്ടനെ വഴിയിൽ വെച്ച് കണ്ടു. അടിച്ച് പൂസായി കെടുക, ഒരു വെളിവില്ല. ഞാൻ ലീലേച്ചോട് പോയി പറയുന്ന പറഞ്ഞപ്പോ ആള് ചോദിക്കാം ഏത് ലീലാന്ന്. ആ, എന്നിട്ട്? അല്ല, ഞാൻ ചോദിച്ചേ, നാരായണൻകുട്ടിയേട്ടാ, ലീലേച്ചി നിങ്ങളെ കെട്ടിയോളല്ലേന്ന്. അപ്പൊ പറയാ ഓളെ നീ എടുത്തോന്ന്.
എനിക്കിഷ്ട വാ. ദാ വാ. ഇനി ഈ ഭാഗത്ത് കണ്ടാ നിന്നെ അതിൽ നിൽക്കണ്ട. വാ. കനകേട്ട എന്നെ തല്ലി. തല്ലിയിലേക്ക് കനകേട്ടൻ ആരാ? അക്കം കിട്ടി അവിടെ പോകും. എന്തൊക്കെയാ കാട്ടിക്കൂട്ടാന്നറിയോ? കനകേട്ടൻ പണ്ടേ അവളുടെ അടുത്താ, ഇപ്പൊ കൂടി അവിടെ ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചാ തല്ലിയത്. ലക്ഷ്യമില്ലേ ലീലേച്ചി അതുമാതിരി കനകചേട്ടനെ പിടിച്ചു വെച്ചിരിക്കുക. എവിടായിരുന്നു? അയ്യോ ഭ്രാന്താണ് ഈ കാട്ടണേ. അവരെന്താ തെറ്റ് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആഹാ, ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല. ആരെ? ഇങ്ങനെ തോന്നിയാൽ ബന്ധത്തോടെ ഞാൻ തീർക്കും. അച്ഛാ! അയ്യോ. അച്ഛാ, അരുത്. വേണ്ട അച്ഛാ, വേണ്ട. മോളെ, ഇതൊക്കെ കേട്ടപ്പോ അച്ഛൻ സഹിച്ചില്ല മോളെ. ഇവനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചല്ലോ എന്നാ. ഓനിത് തുടങ്ങിയത് ഇന്നും ഒന്നലെ ഒന്നല്ല, കാലം കുറയായി. ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ ശരിക്ക് കൊടുത്തു. തല്ല് കൊടുത്ത് നന്നാക്കേണ്ട പ്രായത്താണ് ഓന്. ഇതാ ഞാൻ ഇവനെ തന്നെ തല്ലാറില്ലല്ലോ. ചെട്ടിയാർക്കിപ്പം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചല്ലോ എന്നായിട്ടുണ്ട്. പാവം പെണ്ണ്, നിനക്ക് എന്നെ അവളെ കെട്ടായിരുന്നില്ലേ? അച്ഛൻ പറയുന്നതിന് മുമ്പ് ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ. പറയാറില്ലേ, വിധിച്ചതേ കിട്ടൂ. വലിയ ചെട്ടിയാർക്ക് ഭ്രാന്ത്.